ഹലോ ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതായിരുന്നു അനുമോളുടെ പി ആർ. അതായത് 16 ലക്ഷം രൂപയുടെ അനുമോളുടെ പി ആർ ആയിരുന്നു ഇന്ന് ചർച്ചയായത്. അത് എക്സ്പോസ് ചെയ്തത് ബിന്നിയാണ്. അത് ബിന്നിയോട് അനുമോൾ പറഞ്ഞു, എനിക്കിങ്ങനെ പി ആർ ഉണ്ട്, ഘട്ടം ഘട്ടമായിട്ട് പൈസ കൊടുക്കണം, ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്, ഇനി ബാക്കി ഇറങ്ങിയിട്ട് വേണം കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം 16 ലക്ഷം രൂപ അന്ന് പറഞ്ഞിരിക്കുന്നത്. അത്രയും വരില്ല, പക്ഷെ എന്നാലും അനുമോളിന് പി ആർ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനോടും പറയുന്നുണ്ടായിരുന്നു ഇതേപോലെ. മുന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ പി ആർ ഉണ്ട് എന്ന് അനുമോൾ പറയുന്നുണ്ടായിരുന്നു ഷാനവാസിനോട്. അപ്പോൾ 16 ലക്ഷം രൂപയുടെ പി ആർ ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് അനുമോളുടെ ഫാമിലി വരെ പറഞ്ഞതാണ്. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അനുമോളുടെ പി ആർ ഉണ്ടെന്ന് അനുമോളുടെ ഫാമിലി തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അനുമോളുടെ പി ആർ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. 16 ലക്ഷം രൂപയുടെ പി ആർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും കാണില്ല, എന്നാലും പി ആർ ഉണ്ട്. പിന്നെ ഇന്ന് ബേസിക്കലി നടന്നതെന്ന് വെച്ചാൽ നോമിനേഷൻ്റെ നമ്മൾ വോട്ടിംഗ് ലിസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. 8 പേര് നോമിനേറ്റഡ് ആയിട്ടുണ്ട്. അതിനകത്ത് ആ കൂടെ സേവ് ആയിരിക്കുന്ന ആര്യൻ, ആതിര, നോറ മാത്രമേ സേവ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും നോമിനേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ നടന്നത് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൽ എപ്പോഴും നടക്കുന്ന ഒരു ക്ലാസിക് ടാസ്ക്കാണ് മാരത്തോൺ ടാസ്ക്. അത് ഡാൻസ് ടാസ്ക്കാണ്. എല്ലാവർക്കും ഓരോ ക്യാരക്ടർ കൊടുക്കും. ആ ടാസ്ക് ഒരു പാട്ട് വരുന്ന സമയത്ത് എല്ലാവരും കളിക്കണം. അത് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആര്യൻ മായാമോഹിനിയായിട്ടായിരുന്നു, പക്ഷേ ഓവറോൾ എല്ലാം കാണാൻ നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആര്യൻ്റെയും ആണെങ്കിലും അനുമോളാണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് കുറച്ച് പേരെ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി നാളെ ബാക്കിയുള്ളവരുടെ ഉണ്ട്. അങ്ങനെ ഇന്ന് വലിയ എപ്പിസോഡില്ല. ഇന്ന് മെയിനായിട്ട് അനുമോളായിരുന്നു ഇന്ന് ബേസിക്കലി ടോക്ക്. പിന്നെ നമ്മുടെ വോട്ടിംഗ് റിസൾട്ട്സ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വോട്ടിംഗ് അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ മറക്കാതെ ഇടുന്നതായിരിക്കും.